മെഹ്റാജ് പ്രസൻസ് ബൈ വോയിസ് ഓഫ് യൂത്ത് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ടാണ്. ഒരു രസകരമായ ചോദ്യമാണ് ഇന്ന് ഓരോരുത്തരോടും ചോദിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ ഏതാണ് ക്വസ്റ്റ്യൻ എന്ന്? എന്നാൽ പറഞ്ഞു തരാം. ഇന്നത്തെ ജനറേഷനിൽ ബോയ്സിന് ഗേൾസിൽ നിന്ന് ഇഷ്ടപ്പെടാത്ത ആറ്റിറ്റ്യൂഡും ഗേൾസിൽ നിന്ന് ബോയ്സിന് ഇഷ്ടപ്പെടാത്ത ആറ്റിറ്റ്യൂഡും എന്താണെന്ന് നമുക്ക് അവരോട് ചോദിച്ചറിയാം. എന്താ വ്യത്യസ്തമായ ആൻസർ ആയിരിക്കും കിട്ടുന്നത് അല്ലേ? നമുക്ക് എന്തായാലും അവരോട് തന്നെ ചോദിച്ചറിയാം. ഗേൾസിന് ഇഷ്ടപ്പെടാത്ത ആറ്റിറ്റ്യൂഡ്, അവരുടെ ക്യാരക്ടർ. പെട്ടെന്ന് ദേഷ്യം വരുന്നതായിരിക്കും. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതാണോ ഇഷ്ടം? അതാണോ ഇഷ്ടപ്പെടാത്തതല്ലേ? ആറ്റിറ്റ്യൂഡ്? അവരിൽ പെട്ടെന്ന് അവര് ഇഷ്ടമല്ലാത്തത് ചെയ്യുന്നതായിരിക്കാം. അത് മാത്രമാണ്, അല്ലാതെ അവർ സ്ലാങ് വേറെ ഡ്രസ്സിംഗ് സ്റ്റൈൽ അതൊന്നും കുഴപ്പമില്ല. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതായിരിക്കും. നല്ല സ്നേഹത്തോടെ ഇരുന്നിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു ദേഷ്യം, ദേഷ്യപ്പെടുന്ന ഇഷ്ടമല്ല. വേറെ കുഴപ്പമില്ല, ഡ്രസ്സിംഗ് സ്റ്റൈൽ ആയാലും ഡ്രസ്സിംഗ് കുഴപ്പമൊന്നുമില്ല. ഇല്ല, അതൊന്നും കുഴപ്പമില്ല. അവർ ദേഷ്യപ്പെടുന്നതാണ് ഇഷ്ടമില്ലാത്തത്. അതാണോ വിഷയം? ഒരാളെ മനസ്സിലാക്കേണ്ട രീതി. ഏറ്റവും കൂടുതൽ തേടിച്ചോട്ടിക്കുന്നതാണ് ഇഷ്ടപ്പെടാത്തത്. തേടിച്ചോട്ടി ഇതാണ് പറയാനുള്ളത്. എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അനുഭവങ്ങൾ രണ്ടു മൂന്നെണ്ണം ഉണ്ട്. ഏറ്റവും വലിയ തേപ്പാണ്. അല്ല, വേറെ ഒന്നും ഡ്രസ്സിംഗ് സ്റ്റൈൽ ഒന്നുമില്ല, തേപ്പാണ് ഏറ്റവും വലിയ തേപ്പാണ്. ആരുടെ മനസ്സിലൊന്നും ശരിയല്ല, ഒരു മനസ്സും ശരിയല്ല. തേപ്പ് കിട്ടിയിട്ടുണ്ടോ? പിന്നെ എത്ര എണ്ണം ആദ്യം ഉണ്ടായിരുന്നു, അതൊരു 3 മാസം ഉണ്ടായിരുന്നു. അതിന് ശേഷം തേപ്പ് കിട്ടി പോയി. പിന്നെ അതിന് ശേഷം വന്നു, പിന്നെ തേപ്പ് കിട്ടി പോയി. ഇല്ല, കൂടെ നിൽക്കുമ്പോഴേ ഉണ്ട് ഓൾറെഡി. അങ്ങനത്തെ ഒരു രീതിയാണ്. അല്ലാതെ ഡ്രസ് കോസ്റ്റ്യൂം, പിന്നെന്താണ് ആകർഷണ രീതികൾ, ഇതൊക്കെ കണ്ട് ആണുങ്ങൾ വീഴും. പക്ഷെ അത് തന്നെയാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ് കോസ്റ്റ്യൂം. നമ്മൾ അവർക്ക് ക്ലാസ് കൊടുക്കുകയാണ്, ഇനി പോവല്ലേ, വീട് പോയി. അതെ, എത്ര ന്യൂസിൽ എത്ര കേസ് വന്നു, എത്ര കേസ് വന്നു. 3 പോയപ്പോഴത്തേക്ക് അങ്ങ് കളയുകയാണ്. വേണ്ട, ഇനി അതിന്റെ ആവശ്യമേ ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറട്ടെ, ഇനി വീട്ടുകാര് അല്ലേ, അതല്ലേ നമ്മളെ കൂടെ നിന്നിട്ട് വേറെ പൈൻ്റെ കൂടെ പോകും. അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത. ഇപ്പം കുറച്ച് എന്താ പറയാ കുറച്ച് മനസ്സ് കട്ടിയുള്ളവരാണെങ്കിൽ ക്ഷമിച്ചിരിക്കും. അല്ലാത്തവരൊക്കെയാണ് ഈ മറ്റേ സൂയിസൈഡ് ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത് അല്ലേ? എനിക്കതൊന്നും മൈൻഡില്ല. ഞാൻ പറയുന്നത് എല്ലാവരും ഒരേ മെന്റാലിറ്റി അല്ലല്ലോ. അപ്പൊ ഇങ്ങനെ എന്താ പറയാ സാഡ്നെസ് അടിച്ചിരിക്കുന്ന പയ്യന്മാർ ഇത് കേൾക്കുന്നുണ്ടാവും. ഈ ഇങ്ങനെ ചതിച്ചിട്ടൊക്കെ പോലെ അവരോട് എന്താണ് ഒരു റിവെഞ്ച് ആയിട്ട് പറയാനുള്ളത്? എന്താണ്? ഒന്ന് പോയാൽ അടുത്ത പ്രേമിക്കണം, അതാണ് നല്ലത്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മള് വീട്ടിൽ നിന്ന് എന്തായാലും കെട്ടിച്ചു വിടവില്ല, അത് മതി. ദേഷ്യവും ഒരു ഇതൊക്കെ ആവുമ്പോ പിന്നെ നമുക്ക് ഏജിലുള്ളവർക്ക് എല്ലാവർക്കും അത് തന്നെയാണോ ബോയ്സിൽ നിന്ന് ഒരു നെഗറ്റീവായിട്ട് കാണാൻ പറ്റുന്നത്? ആണോ? ഈ ഒരു ദേഷ്യപ്പെടുന്നതല്ലേ നമുക്ക് നോക്കാൻ കഴിയില്ല അല്ലേ? പെട്ടെന്ന് വിഷമമൊക്കെ ആവും. ഒരു പബ്ലിക് ആയിട്ടൊക്കെ വഴക്ക് പറയുമ്പോഴും സഹിക്കാൻ പറ്റത്തില്ല. അതൊക്കെ കുഴപ്പമില്ല. അതൊന്നും നോക്കാനല്ലല്ലോ നമ്മളിരിക്കുന്നത്. വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ധൈര്യമായിട്ട് ഇരിക്കുക, മനസ്സിന് ധൈര്യം കൊടുക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ പറയുന്നതായിരിക്കും. സൈലന്റ് അവര് ഇതായിക്കോളും, കുഴപ്പമില്ല. പിന്നീട് നമ്മുടെ അടുത്ത് ദേഷ്യം കാണിച്ചിട്ട് അവര് തന്നെ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വരികയും ചെയ്യും. അഥവാ കള്ളം പറയുന്നത് ഓൾമോസ്റ്റും കള്ളം പറയുന്നതായിരിക്കും ഇഷ്ടപ്പെടാത്ത കാര്യം. കെയർ ചെയ്യുന്നോണ്ടാണ് നമുക്ക് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു ടൈം പാസ് നോക്കുന്നെങ്കിൽ നിങ്ങൾ ഇറങ്ങി ഇത് ഗേൾസിൽ നിന്നാണ്. പക്ഷെ അവരൊന്ന് ചിന്തിച്ചാൽ മതി, നമ്മളാണ് ഇങ്ങനെ ഒരു പെണ്ണുകൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവരെന്ത് മാത്രം വിഷമിപ്പിക്കുന്നു, അതവർ ചിന്തിക്കണം. നമ്മുടെ സ്പേസ് ഇന്റർഫിയർ ചെയ്യുന്നത് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ സ്പേസ് കിട്ടണം എല്ലായിടത്തും. അത് ഇന്റർഫിയർ ചെയ്യാൻ വന്നുള്ള ബുദ്ധിമുട്ടുള്ളൂ. അതാ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ആരായാലും. ആറ്റിറ്റ്യൂഡ് ഇടുന്നത്, അനാവശ്യത്തിന് ദേഷ്യപ്പെടുന്നത് അതാർക്കും ഇഷ്ടപ്പെട്ടില്ല. കൂടെ നിന്നിട്ടല്ലേ? അതെ, അതെ അതൊട്ടും ഇഷ്ടമല്ല. സ്നേഹത്തോടെ വരുമെങ്കിൽ അങ്ങനെ ഓവറാക്കുന്ന തീരെ പിടിക്കില്ല. ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആണ്. അതാണ്. അല്ലാതെ ഇപ്പൊ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ കൊച്ചാക്കിട്ടില്ലേ, കൂടെ നമ്മളെ ഫ്രണ്ട്സിനെ പൊക്കി പറയും, നമ്മളെ താഴ്ത്തി പറയുന്ന ചില ക്യാരക്ടർ ഉള്ളവരുണ്ട്. അതും ഇഷ്ടമല്ല അല്ലെ? നമ്മൾ ഒരിക്കലും താഴ്ന്നു കൊടുക്കാനല്ലേ, ഈക്വൽ റെസ്പെക്ട് ആണ് അല്ലേ? എന്നാലും ഈ ദേഷ്യപ്പെടുക അല്ലെ, പബ്ലിക് ആയിട്ടൊക്കെ ദേഷ്യപ്പെടുക, അതൊക്കെ ഒട്ടും സഹിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ദേഷ്യപ്പെടുന്നത് ഒരു ഗേൾസ് लेडीज नॉर्मल लेडीज good, like in very smart
ആ നാച്ചുറൽ ബ്യൂട്ടി ആണോ ഇഷ്ടം? national beauty, മേക്കപ്പ് ബ്യൂട്ടി ആണോ ഇഷ്ടം? national beauty. നാച്ചുറൽ ബ്യൂട്ടി. നമുക്കൊരു റെസ്പെക്ട് തരണം. റെസ്പെക്ട് ഇല്ലാതെ റെസ്പെക്ട് തരണമെന്നാണ്. നമ്മളടുത്ത് റെസ്പെക്ട് ഇല്ലാതെ റെസ്പെക്ട് ആയിട്ട് നിൽക്കണം ആ. അല്ലെ? അപ്പം ലേഡീസിന് അല്ലെങ്കിൽ ഗേൾസ് ആയിട്ട് വരുന്നവരെ എല്ലാവരും റെസ്പെക്ട് ചെയ്യണം അല്ലെ? അങ്ങനെയൊക്കെ വെച്ച് നോക്കിയാൽ ഇപ്പൊ അങ്ങനെ കുറ്റമായിട്ട് പറയാം, പഴയ ആൾക്കാരെല്ലാം ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് അപ്പൊ ഇപ്പോഴത്തെ ജനറേഷനിൽ ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നാണോ? ഇപ്പൊ ഈ ഒരു ഞാൻ ചിന്തിക്കണില്ല. ചില ആണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, ഉം ഹും. അതൊന്നും വിഷയമല്ല. ഉം. ഇപ്പം എല്ലാം അല്ലെ നോർമലായി തിങ്ക് ചെയ്യുന്ന ആൾക്കാർ ഓ, ആണുങ്ങൾക്ക് എങ്ങനെയാണ് അതുപോലെ പെണ്ണുങ്ങൾക്കും വേണ്ടേ? വേണം. ആ അപ്പൊ അതെല്ലാരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇന്നത്തെ കാലത്ത്? ഏകദേശപ്പെട്ടവരും ഒരു 100% ഒരു 70% അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അതിൽ ചിന്തിക്കും. 25% കുറവല്ലേ? കുറച്ച് വൈഫ് അവരവരെ കാഴ്ചപ്പാട്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. കുറച്ചെങ്കിലും നമ്മുടെ വൈഫ് അങ്ങനെ ആവരുത്, ഇങ്ങനെ ആവരുത്, എല്ലാം എന്നത് നമ്മൾ മാത്രമായിരിക്കണം, നമ്മൾ കണ്ടാൽ മതി. ഇപ്പൊ കലിപ്പന്റെ കാന്താരി എന്ന് പറയുന്നില്ലേ? അപ്പൊ അവരൊക്കെ അപ്പൊ എന്താ പറയാ, ചുരിദാറിടും അല്ലെ സാരി എടുക്കുമ്പോ പോലെ ഷോൾ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് ഷോൾ ഇടണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവളെ ഇഷ്ടത്തിന് ഞാൻ ഡ്രസ് ചെയ്യാൻ പറഞ്ഞു. കുഴപ്പമില്ല. നമ്മുടെ വേറെ ഒരു കൂടെ കുഴപ്പമില്ല. നമ്മള് പിന്നെ വിശ്വസിച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാ മതി. അതാണ് എങ്ങനെ ഏതൊക്കെ ഒരു ഒരു അവസ്ഥയിൽ വന്നാലും നമ്മുടെ കൂടെ അല്ലെ കാണും. ലൈഫ് ലോങ് ഉണ്ടാവണം. അത്രേ ഉള്ളൂ. അല്ലേ? അത്രേ ഉള്ളൂ. അതാണ് നമുക്ക് വേണ്ടത് അല്ലെ? അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതെ. അല്ലെ? നമുക്കിപ്പോ ഇന്ന് കാണുന്ന ഈ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ഇത്ര ഒരു ഹൈറ്റ്, വെയിറ്റ്, നമ്മുടെ ബോഡി, ഇതൊക്കെ ലാസ്റ്റ് വരെ ഉണ്ടാകും എന്ന് ഉറപ്പില്ലാത്തൊരു ലോകമാണ് അല്ലെ? അത് ശരിയാണ്. അപ്പൊ ആ ലാസ്റ്റ് വരെ നമ്മുടെ കൂടെ അവര് ഉണ്ടാവണം. ഉണ്ടാവണം. ഇതാണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കാം. അല്ലെ? ശരിയാണ്. ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കാതെ റെസ്പെക്ട് കൊടുക്കുന്നുണ്ടോ? ഇന്നത്തെ ജനറേഷനിൽ പിള്ളേര് റെസ്പെക്ട് കുറച്ച് പിള്ളേർ കൊടുക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കുന്നില്ല. കൊടുക്കുന്നില്ല. എന്നാലും ആ പഴയ കാലത്തെ ഒരു സ്ത്രീത്വം ഇന്നത്തെ സ്ത്രീകളിൽ അല്ലെങ്കിൽ ഗേൾസിൽ കാണുന്നുണ്ടോ? മോഡേൺ ലൈഫായി, മോഡേൺ ആറ്റിറ്റ്യൂഡായി അല്ലേ? ഒരുപാട് മാറ്റമില്ലേ? മാറ്റമുണ്ട്. പഴയ കാലത്തെ ഒരു തനിമ ഇന്നത്തെ സ്ത്രീകൾ കാണുന്നുണ്ടോ? ആ ഒരു തിളക്കം അല്ലെ യുവത്വം എല്ലാം ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. അല്ല ഇപ്പൊ എല്ലാം ന്യൂജനായി, Yes. ട്രെൻഡിങ് ആയി, മോഡലിംഗ്. അപ്പൊ പണ്ട് അറിയായിരിക്കുമല്ലോ പഴയ കാലത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണം, ഇന്നത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണം ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് മാറ്റം വന്നു. മാറ്റം വന്നിട്ടുണ്ട്. ഏതായിരിക്കും കൂടുതൽ ബെറ്റർ ആയി തോന്നിയിട്ടുള്ളത്? അത് ഇപ്പോഴത്തെ തന്നെയാണ്. ഇപ്പോഴത്തെയാണ്. തനിമയൊക്കെ മറന്നു, മലയാളി തനിമ മറന്നു. അവര് ഭയങ്കര സിസ്റ്റേഴ്സിനെ പോലെ ഭയങ്കര കാര്യമായിട്ട് കെയർ ചെയ്ത് കെയർ ചെയ്യുന്നുണ്ട്, അത് ഇഷ്ടമാണ്. അതിഷ്ടമാണ്. അങ്ങനെ കെയറിങ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. Friends-ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി അവരിൽ നിന്ന് ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമുണ്ടോ? ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്, ദേഷ്യപ്പെടുന്നത്, പിന്നെ കുറെ കാര്യങ്ങൾ. അതിലേതാണ് ഇയാൾക്ക് ഇഷ്ടപ്പെടാഞ്ഞു വരുന്നത്? ഏതാണ്? അതിപ്പോ എല്ലാം ഇഷ്ടമല്ല. അതെ, ഒന്നും ഇഷ്ടമല്ല. ഒന്നും ഇഷ്ടമില്ല. ദേഷ്യപ്പെടുന്നതായാലും അല്ലെ, മറ്റേ ഈ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതായാലും നമുക്ക് അല്ലെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്ന അവരെ പോസിറ്റീവ് അല്ലെ, അവരുടെ ആ ഒരു മൈൻഡാണ് നമ്മൾ എന്നും ആഗ്രഹിക്കുന്നത്. ഇനി അത് തന്നെ മുന്നോട്ട് വരട്ടെ. എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ ലേഡീസ് എന്ന് പറയുമ്പോഴേ ഇഷ്ടമാണ്. അതെ അതെ. ലേഡീസ് ഇഷ്ടമാണ് അല്ലെ? അങ്ങനെ വേറെ അല്ല വേർതിരിവൊന്നും കാണുന്നില്ല. ഇല്ല ഇല്ല. ഇഷ്ടമാണ് എല്ലാം. കോസ്റ്റ്യൂം സ്റ്റൈൽ ആയാലും ഇപ്പൊ കൂടെ നടന്നിട്ട് നിങ്ങൾ വഞ്ചിക്കുന്നതൊക്കെ ഇഷ്ടമാണോ? അല്ല അങ്ങനെ വഞ്ചിക്കുന്ന ടൈപ്പ് ആൾക്കാരൊന്നും എന്റെ അടുത്ത്. നല്ല വശം നോക്കണം, മോശം വശം നോക്കണം ചോദിക്കുക. നല്ല വശമാകുമ്പോ നമ്മുടെ കൂടെ മരണം വരെ നമ്മളിപ്പോ ലൈഫ് പാർട്ണറായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്തായാലും ഒരു സ്ത്രീ ആയിരിക്കുമല്ലോ അല്ലെ? അവർ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവണം. ഇപ്പൊ ചിലവര് ഇന്നത്തെ കാലത്ത് അറിയാലോ, നമുക്ക് സൗന്ദര്യമായാലും നമ്മുടെ ബോഡി, നമ്മുടെ ആരോഗ്യമായാലും ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ ഒരു ജനറേഷനിൽ പലതരത്തിലെ അസുഖങ്ങളൊക്കെയാണ് വന്നു പെടുന്നത്. അപ്പൊ എന്താ പറയാ, എന്തെങ്കിലും കുറവ് വരുമ്പോ തള്ളിയിട്ട് പോകുന്നവരുണ്ട്. ചിലവർ ലൈഫ് ലോങ് കൂടെ നമ്മുടെ അവസാനം വരെ നമ്മുടെ കൂടെ നിൽക്കുന്നവരുണ്ട്. അപ്പൊ അത് എങ്ങനെയായിരിക്കണം? അതാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയൊക്കെ കൂടെ നിക്കണവര് അങ്ങനെ തോന്നുന്ന ആൾക്കാരെ ചൂസ് ചെയ്യുള്ളൂ നമ്മള്. കള്ളം പറയണത് ഇഷ്ടമല്ല. പോസസീവ്നെസ് ആണ്. അതാണ് ഇഷ്ടപ്പെടുന്നത്. എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ട്. തേപ്പ് നല്ല രീതിയിൽ അതെ അനുഭവിച്ചിട്ടുണ്ട്. ഉണ്ട്. ഒത്തിരി ഞാൻ വേറൊരു പോയിന്റ് പറയാം. ഒരാൾ ഇരിക്കുന്ന സിറ്റുവേഷനില് വേറൊരാളെ നോക്കുന്ന ഒരു സിറ്റുവേഷൻ അതൊരിക്കലും നമുക്ക് സഹിച്ചു പറ്റത്തില്ല. എന്നെ കൂടെ അത് പറ്റുന്നവരുണ്ടാവും. എന്നെ കൊണ്ട് പറ്റത്തില്ല. എത്ര ഇയേഴ്സ് ആയി കാണും അങ്ങനെ സംഭവിച്ചിട്ട്? ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ ഇയാള് ഇല്ല ഇപ്പൊ കോണ്ടാക്ട് ഒന്നും ഇല്ല. അപ്പൊ ഒത്തിരി സ്ട്രഗിൾ ചെയ്തില്ലേ ലൈഫിലായിട്ട് വരാൻ? ഉണ്ട്, നല്ലപോലെ ഉണ്ട്. ഓക്കെ, ശരി. ഇനി പുരുഷന്മാരെ അല്ലെങ്കിൽ ബോയ്സിനെ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ എന്താണ്? ജെനുവിൻ ആയിരിക്കണം. ജെനുവിൻ ആയിരിക്കണം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആരെങ്കിലും വേദനിപ്പിക്കാതിരിക്കുക അല്ലേ, മറ്റുള്ളവരെ അല്ലെ? സ്വന്തമായിട്ട് ഇപ്പൊ ഒരാൾക്ക് ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് ഓക്കെയാണ്. അല്ലാണ്ട് മറ്റുള്ളവരെ പണിഞ്ഞിട്ട് അത് വെച്ച് ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്നത്
അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. ഓഫ് കോഴ്സ് ടീനേജേഴ്സ് ആയിരിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ. Yes, yes, yes. അവര് പറയുന്നത് തിരിച്ചാണ്. അപ്പൊ തേപ്പ് അവർക്ക് കിട്ടിയെന്നാ പറയുന്നത്. ഇല്ല, ഞാൻ ഒരിക്കലും ഗേൾസിന്റെ സൈഡിൽ നിന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. രണ്ട് പക്ഷത്തും ഓക്കെ ആണ്. ഇപ്പോ ആർക്കാ ഏത് സിറ്റുവേഷനാ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നമ്മുടെ കൂടെ നമുക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളായിട്ട് ഒരാളായിരിക്കണം. നമ്മളെ മനസ്സ് വിഷമിക്കാതെ നമ്മളെ ഒരിക്കലും ദേഷ്യപ്പെടാതെ ആ. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ അവരിൽ ഇഷ്ടപ്പെടാത്തതായ കാര്യം എന്താണ്? ചില സമയം അവര് നമ്മളടുത്ത് ബിഹേവ് ചെയ്യുന്ന ഒരു അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അതൊന്നും ചില സമയം നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ നമ്മുടെ രീതി അവരുടെ രീതിയും തമ്മിൽ നല്ല ഡിഫറൻസ് ആണ്. അപ്പം ചില സമയത്ത് നമുക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബോയ്സിനോട് എന്താ പറയാനുള്ളതെന്ന് പറയുമ്പോ വുമൻസിനെ റെസ്പെക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ലൈക്ക് അതെ അതെ, ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച് നമുക്ക് ആരെയും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഗേൾസിന്റെ അടുത്തും അവരുടേതായിട്ടുള്ള തെറ്റുണ്ട്, ബോയ്സിന്റെ അടുത്ത് അവരുടേതായിട്ടുള്ള തെറ്റുണ്ട്. നമുക്ക് ആരെയും അർച്ചും തിരിച്ചു പറയുന്ന ഇതാണ്. ഇപ്പം കൂടുതൽ തേപ്പ് കിട്ടിയിട്ടുള്ളത് പെൺപിള്ളേരെന്നാണ് പറയുന്നത്. അത് ശരി. പക്ഷെ നമുക്ക് ഗേൾസിനായാലും എല്ലാ ഗേൾസിനും നമുക്ക് ഒരുപോലെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരുടെ ഭാഗത്തും അവരുടേതായിട്ട് തെറ്റുണ്ട്. പിന്നെ പുറമേ പറയുമ്പോൾ അവരുടെ തെറ്റുകൾ മറച്ച ഒരാൾ നമ്മുടെ അടുത്ത് ഇപ്പം വന്ന് പറയത്തുള്ളൂ. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. സെയിം വൈബുള്ള ആളാണെങ്കിൽ പിന്നെ പറയണ്ട. അതെ അതെ. സെക്കൻഡ്, നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്താണ്? ഇഷ്ടപ്പെടാത്തത് വിശ്വാസമില്ലായ്മ, പിന്നെ അതെ, പെട്ടെന്ന് ദേഷ്യപ്പെടുക. പബ്ലിക്കായിട്ട് അതെ അതെ. അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ മുന്നിൽ നമ്മളെ അല്ലെ താഴ്ത്തി കാണിക്കുക, അല്ലെങ്കിൽ ഇപ്പോ നിറവ്യത്യാസത്തിൽ ഇത് കളിയാക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, അവൾക്ക് എല്ലാ കഴിവുകൊണ്ട് നിനക്ക് ആ കഴിവില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അഭിമുഖീകരിക്കുന്നതാണ് ഇന്നത്തെ അല്ലെ. ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും തിരിച്ചും മറിച്ചു നിന്ന് ചെയ്യുന്നവരാണ്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മുടെ കുറവുകളെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ഏറ്റവും അല്ലെ ഏറ്റവും നമുക്ക് ബെറ്റർ ഹാഫായിട്ട് എടുക്കാൻ പറ്റുന്നത് അല്ലെ. അപ്പോ അവരെ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കാര്യം എന്താണ്? ഇഷ്ടപ്പെടാത്തത് ഇപ്പൊ പറഞ്ഞതൊക്കെ തന്നെയാണ് റീസൺ. ഇഷ്ടപ്പെടാനുള്ള കാരണം ഇഷ്ടപ്പെടാൻ സ്വഭാവമാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. നമ്മളെ റെസ്പെക്ട് ചെയ്യുക. ഇന്നത്തെ ജനറേഷൻ അനുസരിച്ച് ലുക്കിലാണ് എല്ലാവരും നോക്കുന്നത്. പക്ഷെ രണ്ടും ഒരു പരസ്പരം മനസ്സിലാക്കണം. ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ സ്വഭാവം, അവിടെ ആറ്റിറ്റ്യൂഡ്. ഒന്ന് ടോക്സിക് ആവുന്നത്, ഓക്കെ. പിന്നെന്താ ഒരു റിലേഷൻ ഇരിക്കുമ്പോ വേറെ റിലേഷനിൽ പോകുന്നത്. അതാണ് ഇഷ്ടപ്പെടാത്ത സ്വഭാവം. ഇഷ്ടപ്പെടുന്ന സ്വഭാവം ക്യാരക്ടർ ജെന്യൂൻ ആയിരിക്കും. ജെന്യൂനായിരിക്കും. ജെന്യൂൻ ആയിരുന്നാ മതി. മതി, വേറെ ഒന്നുമില്ല. ഇല്ല. അങ്ങനെ പറയുന്നോണ്ട് ജെന്യൂൻ ആയിരുന്നാ മതി. അത് രണ്ട് സൈഡിലും നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ? റെസ്പെക്ട് ചെയ്യണം. നല്ല പെരുമാറ്റമാണെങ്കിൽ ഇഷ്ടമാണ്. ദേഷ്യപ്പെടുന്ന ഒരു പരിധി വരെ ആവാം, അത് കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇല്ല ഇല്ല. അല്ലേ? ദേഷ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ? പറ്റിയിട്ടുണ്ടോ? വിഷമായിരിക്കും അല്ലേ? ചില സമയങ്ങളിലൊക്കെ അൺസൈക്കബിൾ ആയിട്ടൊക്കെ ദേഷ്യപ്പെടാറുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവര് നമ്മുടെ അല്ലേ ദേഷ്യപ്പെടുക, അത് ഓരോരുത്തരുടെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടിരിക്കും. അതെ അതെ. ചില പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരും കാണും, ദേഷ്യപ്പെടാത്തവരും കാണും. കൺട്രോൾഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. എല്ലാത്തവരും നമ്മളെ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുക അല്ലേ അവര്? സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാം. അതാണ് നമ്മളെ സമൂഹത്തിൽ ഏറ്റവും അധികം വേണ്ടത്. അതെ അതെ. ബഹുമാനിക്കേണ്ട സ്ഥാനങ്ങളിലും നമ്മൾ ബഹുമാനിക്കുക തന്നെ ചെയ്യണം. നമ്മൾ റെസ്പെക്ട് ചെയ്യാം പരസ്പരം. ആണായാലും പെണ്ണായാലും അണ്ടർസ്റ്റാൻഡിങ് അത്യാവശ്യമാണ്. മനസ്സുണ്ടായിരുന്നോ? നല്ല മനസ്സായിരുന്നു. നല്ല മനസ്സായിട്ട് കൂടെ ഉണ്ടാവണം. കൂടെ ഉണ്ടാവണം. ഉണ്ടായിരിക്കും. ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്താണ്? ഇഷ്ടപ്പെടാത്ത സ്വഭാവം നമ്മളെ കൂടെ നിന്നിട്ട് ചതിക്കുക. അതെ, ഈ ഒരു കോസ്റ്റ്യൂംസ് അതൊന്നും ആവശ്യമില്ല. അവോയ്ഡിങ് മെന്റാലിറ്റി ഇഷ്ടമല്ല. പിന്നെ അറ്റൻഷൻ വേണം. 24/7 അറ്റൻഷൻ വേണം. ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. അണ്ടർസ്റ്റാൻഡിങ്. അല്ലേ? എന്നാൽ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള കാര്യം ഹെയർ ഇഷ്ടമാണ്. കെയറിംഗ് ഇഷ്ടമാണ്. കെയറിംഗ് ഇഷ്ടമാണ്. ഹെയറും ഇഷ്ടമാണ്. ഹെയർ ഇഷ്ടമാണ്. ഓക്കെ, ഹെയറിംഗ് നല്ല ഇഷ്ടമാണ്. പിന്നെ ഹൈറ്റ് അങ്ങനെയൊക്കെ ഇല്ലേ? ഹൈറ്റ് കുഴപ്പമില്ല, എന്നെക്കാളും ഹൈറ്റ് വേണം. കുറച്ച് ഫെയർ ആയിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ കെയറിംഗ് നല്ലവണ്ണം വേണം. പിന്നെ ഞാൻ പറയാതെ തന്നെ എന്റെ കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞു ചെയ്യുക. ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞു. അവരിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഓവർ ടച്ചിങ് ഇഷ്ടമല്ല. ഫ്രണ്ടാണ്, ഫ്രണ്ടിന്റെ ഒരു ലൈഫ് ഇഷ്ടമല്ല. ഓപ്പൺ ആയി സംസാരിക്കാൻ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. ഈ നല്ല ക്യാരക്ടർ, എല്ലാരും റെസ്പെക്ട് ചെയ്യുന്നത്, വുമൻസ് ആയാലും എല്ലാരും ആയാലും റെസ്പെക്ട് ചെയ്യുന്ന ക്യാരക്ടർ ഇഷ്ടമാണ്. കെയറിംഗ് ഇഷ്ടമാണ്. എന്ത് അടിയുണ്ടായാലും എന്തുണ്ടായാലും രണ്ടുപേരുടെയും കാര്യം അണ്ടർസ്റ്റാൻഡ്. ബോയ്സിലെ കെയറിംഗ് ഒക്കെ ഓക്കെയാണ്. കെയറിംഗ് ഇഷ്ടമാണ്. ഇഷ്ടപ്പെടും. വേറെ എന്താണ് ഇഷ്ടമായിട്ടുള്ളത്? ഇഷ്ടം അങ്ങനെ ഒന്നുമില്ല, ഫ്രണ്ട്ലി ടൈപ്പ്.
ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന അവരൊന്നും ഇഷ്ടമല്ല. ആ കളിയാക്കുന്നവരും ഇഷ്ടമല്ല. ഇഷ്ടമല്ല. ഓവറായിട്ട് ആറ്റിറ്റ്യൂഡ് ഒക്കെ കാണിക്കണം. ആ, അങ്ങനെ ഇഷ്ടം. ഓവറായിട്ട് കാണിക്കുന്ന ഇപ്പൊ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന അവള് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് കാണിക്കുന്നവരുണ്ട്. എന്തോ ചിലവരൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ്. ഞാൻ കുറച്ചുകൂടെ അല്ലേ ഞാൻ ബെറ്റർ ആണെന്ന് കാണിക്കുന്നത് അല്ലേ? ഇപ്പൊ ചില വിശ്വാസികളെ പോലെ ഞാൻ നല്ല വിശ്വാസിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവരെ പോലെ അല്ലേ? അപ്പൊ അതൊന്നും ഇഷ്ടമല്ല. ഇഷ്ടമല്ല. അപ്പോ എന്താ പറയാ, കുറച്ച് റെസ്പെക്ട് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരാണ്. നന്നായിരിക്കും അല്ലേ? അത്ര അവര് ജസ്റ്റ് കൊള്ളത്തില്ല, ആണെന്നോ പെണ്ണെന്നോ അല്ല, ജസ്റ്റ് കൊള്ളത്തില്ല, സ്വഭാവം കൊള്ളത്തില്ല. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽപ്പ് ചെയ്യുമ്പം അങ്ങനെ എനിക്ക് അത് ആരായാലും ഹെൽപ്പ് ചെയ്യണ കാണുമ്പോ എനിക്ക് അവരെ ഇഷ്ടപ്പെടും. ഇഷ്ടമാണ്. അതാ ഞാൻ ചോദിച്ചത്. അത് ഗേൾസ് ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി അവരെ റെസ്പെക്ട് ചെയ്യില്ലേ? അത് ഗേൾസ് ഒന്നും ഇല്ല, ബോയ്സ് ചെയ്താലും എനിക്ക് റെസ്പെക്ട് തോന്നും. അത് ആര് ചെയ്താലും എനിക്ക് തോന്നുന്നു. ക്യാരക്ടർ, സ്വഭാവവും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള രണ്ടും പറയാം. ഇഷ്ടപ്പെടുന്നത് ലൈക്ക് അവർ കെയർ ചെയ്യൂലെന്ന് പറഞ്ഞാലും അവർ ഉള്ളിന്റെ ഉള്ളിൽ അവർ കെയർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആണ്. ഓക്കെ. ഇഷ്ടമാണ്. ലൈക്ക് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല, പക്ഷെ അറിഞ്ഞറിഞ്ഞ് വരുമ്പം അവരിങ്ങനെയൊക്കെ പറയും. ഔട്ട്സൈഡ് അവരെങ്ങനെയാണോ അതുപോലെയല്ല, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അവരുടെ ഉള്ളിൽ. എന്റെ പരിചയത്തിലുള്ള പെൺപിള്ളേർ അങ്ങനെയാണ്. പിന്നെ ഇഷ്ടപ്പെടാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടല്ല, ലൈക്ക് അവരുടെ ഫീലിങ്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ലൈക്ക് ഒരു സമയത്ത് അവർ ഒന്നാണെങ്കിൽ പിന്നെ ഒരു സമയത്ത് അവർ മറ്റൊന്നും പറയും. ലൈക്ക് അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അവർ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതുകൊണ്ടായിരിക്കും അവരുടെ ഒപ്പീനിയൻസ് ചേഞ്ച് ആവുന്നത്. അപ്പൊ അതൊരു രീതിക്ക് ചിലവർക്ക് ഹേർട്ടാവും. ലൈക്ക് അവരെ മാത്രം ട്രസ്റ്റ് ചെയ്ത് അവരെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന കുറെ പേരുണ്ട്. അത് ചിലപ്പോൾ ഹേർട്ടാവും, പക്ഷെ അത് പ്രശ്നം കൊണ്ടൊന്നും അല്ല, ചില സമയത്ത് വിഷമാവും. കോസ്റ്റ്യൂംസിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും ഒന്നുമില്ല. ഇല്ലില്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് എന്റെ കണ്ണിൽ എല്ലാവരും പെർഫെക്റ്റ് ആയിരുന്നു. ഇഷ്ടപ്പെടുന്ന സ്വഭാവം ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വസിച്ചാൽ കൂടെ നിൽക്കും. പക്ഷെ എന്നാ അതുപോലെ തന്നെ വിശ്വാസവഞ്ചനയുണ്ട്. രണ്ടും ഉണ്ട് അല്ലേ? കൂടെ നിൽക്കുന്നതുണ്ട്. തേപ്പാണ് കൂടുതൽ അനുഭവം ഉണ്ട്. നല്ലോണം ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലേ? നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വസിക്കുന്ന നമ്മൾ അറ്റ്ലീസ്റ്റ് പോകുമ്പോ കാര്യം പറഞ്ഞിട്ട് പോവാം. എത്ര കാലം പരിചയപ്പെട്ടു, ഒരു ചെറിയ ഡിസ്റ്റൻസ് നിന്നാലും പോകുമ്പോ കാര്യം പറയാം. നമ്മളടുത്ത് മാത്രം തെറ്റാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഇല്ലേ കൂട്ട് ഒരു കാര്യം പോലും പറയാതെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കാണിക്കുന്നത് തെണ്ടിത്തരമാണ്. നമ്മള് ഡബിൾ മീനിങ് രണ്ട് അത് പറയുന്നുള്ളൂ. ഇഷ്ടപ്പെടുന്ന വെച്ചാൽ കൂടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്ന് വെച്ചാൽ എനിക്ക് ട്രഡീഷണൽ ഡ്രസ്സിംഗ് ആണ് ഇഷ്ടം. ഉള്ള ഓപ്പൺ ആയിട്ട് പറയാം, ട്രഡീഷണൽ ആണ് ഇഷ്ടം. പിന്നെ ചില വിശ്വസിച്ച് കാര്യങ്ങൾ പറയാൻ കൂടെ നിൽക്കും, പക്ഷെ ഒരിടത്തും പറയില്ലാന്ന് എനിക്ക് അതുകൊണ്ട് അങ്ങനത്തെ അനുഭവം ഉണ്ട്. ഈ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഇഷ്ടമാണ്. ഓപ്പൺ മൈൻഡ് ഇഷ്ടമാണ്. അങ്ങനെയുള്ളവരെ ഇഷ്ടമാണ്, തീർച്ചയായിട്ടും നല്ലതാണ്. പിന്നെ കുറച്ച് റെസ്പെക്ട്, ജെൻസിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന പിള്ളേരെ അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുണ്ട് ഒരുപാട്. പക്ഷെ മെജോറിറ്റി അതിൽ പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ, അതിൽ ചെറിയൊരു അംശം മതി എല്ലാരെയും അതേ ലെവലിൽ കാണാൻ വേണ്ടി. അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു. നല്ലൊരു ലോയൽ ആയിട്ടുള്ള ആളായിരിക്കണം. പിന്നെ കെയറിങ്ങും അങ്ങനെയൊക്കെ വേണം. അതാണ് അക്സെപ്റ്റ് ചെയ്യണ കാര്യം. പിന്നെന്താണ്, പിന്നെ അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യം പെട്ടെന്ന് കൂടെ നിൽക്കുന്ന ആളെ റെസ്പെക്ട് ചെയ്യണേ. റെസ്പെക്ടിങ് ഉണ്ടാവും. വേറെ എന്താണ്? എല്ലാ അല്ലെ വിഷമത്തിലും എല്ലാത്തിലും നമ്മുടെ കൂടെ ഉണ്ടാവണം. നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കഴിവുകളെ അല്ലെ അറിഞ്ഞില്ല എങ്കിലും അവരെ തിരിച്ചറിഞ്ഞല്ലേ കൂടെ നിൽക്കണം. പിന്നെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി നല്ലതല്ലേ? ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ തിരിച്ച് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള സ്വഭാവം എന്താണ്? ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഈ ഇതുപോലെ റെസ്പെക്ട് ഇല്ലാതെ കാണുകയൊക്കെ ചെയ്യുമല്ലോ. അതായത് ഈ ആവശ്യമില്ലാതെ അതെ മുതിർന്നവരെ ബഹുമാനിക്കാരുടെ വാക്കും കേൾക്കാതെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് ഫുള്ള് ഇഷ്ടമല്ല. വേറെ എന്താണ് ഇഷ്ടമല്ലാത്ത? റെസ്പെക്ട് ഏജ് ആയിട്ടുള്ളവരെ റെസ്പെക്ട് ചെയ്യാതെ വരുന്നില്ലേ? അതും പ്രശ്നമാണ്. മെയിൻ ആയിട്ട് ഇഷ്ടമായിട്ടുള്ള എന്താണ്? ചിലപ്പോ അവരുടെ ആറ്റിറ്റ്യൂഡ്, ചിലവർ പറയല്ലോ അവര് ഫെയർ ആയിരിക്കണം, ഹെയർ ആയിരിക്കണം, കുറച്ച് ഹൈറ്റ് ഉണ്ടായിരിക്കണം, ഇങ്ങനെ പലതും പറയില്ലേ? അങ്ങനെയൊന്നുമില്ല. നിറത്തിലും ഹെയറിലും ഒന്നും അല്ല കാര്യം. നിറത്തിലൊന്നുമില്ല. വാക്ക് കൊടുത്തിട്ട് ചതിക്കുന്നത് ഇഷ്ടമാണ്.
അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ? കുറെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും യൂസ് ചെയ്യണമെന്ന് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. റെസ്പെക്ട് ചെയ്യാതിരിക്കുന്നവരൊക്കെ റെസ്പെക്ട് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. ഡിസ്റെസ്പെക്ട് ചെയ്യില്ല വുമൻസിന്, അതൊന്നും ഇഷ്ടമല്ല. റെസ്പെക്ട് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. ഡിസ്റെസ്പെക്ട് ചെയ്യില്ല വുമൻസിന്, അതൊന്നും ഇഷ്ടമല്ല. അല്ലേ ഏജ് ആയിട്ടുള്ളവരെ കുറച്ച് റെസ്പെക്ട് ചെയ്യാം, കുറച്ച് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടാവുക അല്ലേ? ഏജ് ആയിട്ടുള്ള എല്ലാവർക്കും അതിന്റേതായ റെസ്പെക്ട് ഉണ്ടല്ലോ. അത് പ്രത്യേകിച്ച് ഗേൾസിനെ കുറച്ചുകൂടെ റെസ്പെക്ട് ചെയ്യാം. അങ്ങനൊന്നുമില്ല, എല്ലാവർക്കും ഈക്വൽ റെസ്പെക്ട് കൊടുക്കണം. റെസ്പെക്ട് ആണെങ്കിൽ പോലും ഒരു അമ്മ എന്നൊരു സ്ഥാനം വരുമ്പോ അതൊരു എല്ലാവർക്കും അതിന്റേതായ റെസ്പെക്ട് ഉണ്ടല്ലോ. അതേ എന്നാൽ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കാര്യം എന്താണ്? ഓക്കെ, ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള കാര്യം എന്താണ്? റെസ്പെക്ട് ചെയ്യുന്ന ഇഷ്ടമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാൻ ഇഷ്ടമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യാൻ അല്ലേ? എന്നാലും എല്ലാത്തിനും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുള്ളൂ അല്ലേ? ഇഷ്ടപ്പെടാത്ത ദേഷ്യം കാണിക്കുന്നത് ഇഷ്ടമല്ല. ഒട്ടും ഇഷ്ടമല്ല. വേറെ അല്ല, ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരെ ഒട്ടും ഇഷ്ടമല്ല. ഡ്രഗ്സ് കണ്ണെടുത്താ കണ്ടൂടാ. വിശ്വാസവഞ്ചന കാണിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഇല്ലാത്ത ആൾക്കാരൊക്കെയോ? അത് നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മുടെ കാര്യം നമ്മളല്ലേ നോക്കണം. നോക്കിയാൽ മതി. എന്നാലും നമ്മൾ ഈ കോമൺ ആയിട്ട് നോക്കുമ്പോൾ ഒരാൾ കാല് വയ്യാതെ കിടക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാതെ പോകുന്ന കാണുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല, പക്ഷെ അവരെ കൊണ്ട് സാധിക്കുന്നതാണ്. എന്നാലും അവർ കാണാതെ പോകുമ്പോൾ വിഷമം തോന്നൂലേ? എന്നാൽ ശരി, അവരെ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? ഇഷ്ടപ്പെടുന്ന എന്താ, ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, അവരെ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറ്റുന്ന ഒരു മെന്റാലിറ്റി ഉള്ളവരെ ഇഷ്ടമാണ്. ഓക്കെ, അത് ഇഷ്ടമാണ്. കെയറിങ് അല്ലേ? കെയറിങ് ഇഷ്ടമാണ്. വേറെ എന്തൊക്കെയാണ്? വേറെ എന്താ, ഫ്രണ്ട്ലി ആയിട്ടുള്ളവർ ഭയങ്കര ഇഷ്ടമാണ്. ഓപ്പൺ മൈൻഡ്, ഫ്രണ്ട്ലി ആയിട്ടുള്ളവർ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും കൂടെ കാണും. ഏതൊരു ഒരു ആവശ്യത്തിനും അല്ലേ, എന്തൊരു നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയാൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാകും. ഇല്ല അല്ലേ? ഉണ്ട്. പിന്നെ വേറെ എന്താ, വേറെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവര് ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അയ്യോ, അങ്ങനെ അവർക്ക് അത്ര ഇതല്ല. അല്ലാതെ നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ അല്ലേ, ഫ്രണ്ട് എന്ന നിലയിൽ എല്ലാത്തിലും അല്ലെ, മറ്റുള്ളവരെ ഒരു വേദന കാണുമ്പോൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ആരും വേദനിപ്പിക്കാറില്ല? അങ്ങനെയൊന്നും എനിക്കറിയില്ല. എന്റെ അടുത്ത് അങ്ങനെയല്ല. നല്ല രീതിയിൽ തന്നെയാണ് അല്ലെ, ഒരു റെസ്പെക്ട് വരുന്നുണ്ട് അല്ലെ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ. വോയിസ് ഓഫ് യൂത്ത് എന്ന പ്രോഗ്രാമിന്റെ ഇന്നത്തെ രസകരമായ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു രസകരമായ എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ സൈനിങ് ഓഫ്. അനുഷ, ബൈ ബൈ.